പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, വീണ്ടും അങ്ങയുടെ തിരുവചനങ്ങൾ ശ്രവിക്കുവാനായിട്ട് അവിടുത്തെ മക്കളായി ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി യഥാർത്ഥമായ സന്തോഷവും സമാധാനവും സൗഖ്യവും അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾ ശ്രവിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അങ്ങ് ഞങ്ങളോട് പറയുന്ന വചനങ്ങൾ ഞങ്ങളിൽ മാംസം ധരിക്കുവാൻ അവിടുന്ന് തന്നെ ഇടയാക്കണമേ. സ്വർഗത്തിൻ്റെ ചൈതന്യത്തിൽ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ വചനമാകുന്ന വഴിയിലൂടെ ചരിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അമ്മയെ, പരിശുദ്ധി അമ്മയെ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മളിന്ന് ധ്യാനിക്കുവാനെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. വളരെ മനോഹരമായ തൻ്റെ ജീവിതത്തിൻ്റെ ഒരാഗ്രഹം പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്, കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. പൗലോസ്ലീഹയെ നമുക്കറിയാം, തൻ്റെ ജീവിതത്തെ പല അനുഭവങ്ങളിലൂടെ ദൈവമായ കർത്താവ് നയിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ബോധ്യമനുസരിച്ച് അവസാനം കർത്താവിന് തന്നെ പരിപൂർണമായിട്ടും സമർപ്പിച്ചവനാണ് പൗലോസ്ലീഹ. എല്ലാം നഷ്ടമായിട്ട് കണക്കാക്കി ഉച്ഛിഷ്ടം പോലെ കരുതി യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കി ഇരിക്കുന്നു, ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാന് അതുപോലെ സമർപ്പിച്ച് കർത്താവിനെ അതുപോലെ സ്വന്തമാക്കി എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് സാധ്യമാണെന്ന് പറഞ്ഞ് കർത്താവിനെ അതുപോലെ സ്വന്തമാക്കിയ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മോനാണ് പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹ ഈ അനുഭവത്തിൻ്റെ പൂർണ്ണത എന്നുപോലെ പറയുന്ന കാര്യമാണ്, എൻ്റെ ആഗ്രഹം ഈ ലോകത്തിൽ ജീവിക്കണമെന്നല്ല, എൻ്റെ ആഗ്രഹം ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, എൻ്റെ ആഗ്രഹം ഒന്നാണ്. അതെന്താണ്? ശ്രേഷ്ഠമായ ആഗ്രഹം മരിച്ച് എൻ്റെ കർത്താവിനോട് കൂടെ എനിക്കായിരിക്കണം. മരണത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് പൗലോസ്ലീഹയ്ക്കുണ്ട്. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് പൗലോസ്ലീഹയ്ക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്താണ് എൻ്റെ ജീവിതം? എൻ്റെ ജീവിതം ഈ ലോകത്തിൽ ജീവിച്ച് അവസാനിക്കേണ്ട ജീവിതമല്ല. എൻ്റെ ജീവിതം മരിച്ചതിന് ശേഷം എൻ്റെ കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള ചിന്ത, ആ ഒരു സത്യം ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവും. നമ്മുടെ പല ആകുലതകൾ, നമ്മുടെ പല സങ്കടങ്ങൾ, നമ്മുടെ പല നിരാശകൾ, ഇതെല്ലാം നമ്മൾ വിട്ടുമാറിപ്പോകും. നമുക്കറിയാം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം ആണ് മരണഭയം. നമുക്കെല്ലാവർക്കും ആ ഭയമുണ്ട്, മരിച്ചു പോകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഭയം. എന്നാൽ ഒത്തിരി ഭയങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും പല ഭയങ്ങളും, നമ്മുടെ ഭയങ്ങളെ ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ ഭയപ്പെടുന്ന പല ഭയങ്ങളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാതിരുന്നേക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് അപകടമുണ്ടാകുമോ? ഭയം. എനിക്ക് രോഗം വരുമ്പോൾ ഭയം. ഈ രോഗം എന്നെ മരണത്തിലേക്ക് നയിക്കുമോ? ഭയം. അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകുമോ? അങ്ങനെ. അല്ലെങ്കിൽ പരീക്ഷ ജയിക്കുമോ? പല പല ഭയങ്ങളും നമുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാതെ പോയേക്കാം. അപകടമുണ്ടാകണമെന്നില്ല, ഈ രോഗം എന്നെ മരണത്തിലേക്ക് നയിക്കണമെന്നില്ല, പരീക്ഷയിൽ ഞാൻ തോൽക്കണമെന്നില്ല. എന്നാൽ ഇതൊക്കെ മാറിപ്പോയേക്കാം. പക്ഷേ സത്യമായൊരു കാര്യമുണ്ട്, മരണം അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മരണത്തെ നമ്മൾ ഭയപ്പെടണമോ എന്ന് ചോദിച്ചാൽ ഭയപ്പെടണം. കാരണം മറ്റൊന്നല്ല, ഈ മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ അറിഞ്ഞ് അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ആ ജീവിതത്തിന് എന്ത് ജീവിതത്തിന്? സ്വർഗ സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന ജീവിതത്തിന് ഈ ലോക ജീവിതം സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതം എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ഭയപ്പെടും. എന്തിനെന്നറിയോ? ഭയപ്പെട്ട കാര്യമുണ്ട്. മറ്റൊന്നുമല്ല,
ഈ മരണശേഷം എനിക്ക് സ്വർഗമുണ്ട്, നരകമുണ്ട്, കർത്താവിനോടുകൂടെയുള്ള വാസമുണ്ട്, അല്ലാത്ത ഒരു ജീവിതം എനിക്കുണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടണം മരണത്തെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും, ഒരു നല്ല മരണം. ഈ ലോകത്തിലെ കോടികൾ കിട്ടിയാലും, ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചാലും, ഈ ലോകത്തിൽ എന്തുമാത്രം സൗകര്യങ്ങൾ കിട്ടിയാലും, ഈ ലോകത്തിൽ എത്രമാത്രം സുഖങ്ങൾ കിട്ടിയാലും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതൊന്നും നമ്മെ സംബന്ധിച്ച് അനുഗ്രഹമല്ല. പിന്നെയോ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നല്ല മരണം. എങ്ങനെ? എൻ്റെ കർത്താവിൻ്റെതായിട്ട് പൗലോസ് ശ്ലീഹായെ പോലെ ജീവിച്ച് കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഉച്ഛിഷ്ടം പോലെ അല്ലെങ്കിൽ നഷ്ടം പോലെ മറ്റെല്ലാത്തിനെയും കണക്കാക്കി കർത്താവിനെ സ്വന്തമാക്കിയ കരുത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതം ക്രിസ്തുവിൽ ആയിരുന്നു. ഇവിടെ ജീവിച്ച ഈശോ പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയവനാ. കർത്താവിനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയവൻ ഈ ലോകത്തിൽ മരിച്ചാലും അവനും മരണമില്ല. കാരണം യേശുവിനെ അവൻ സ്വന്തമാക്കിയിട്ടുണ്ട്. യേശു അവനിലുണ്ട്. യേശു ജീവനാണ്. ജീവൻ അവനിലുണ്ട്. ജീവനുള്ളവന് ഒരിക്കലും മരണമില്ല. ഈ ഒരു തലത്തിലേക്ക് അവൻ വളരണം, അവൻ ആയിരിക്കണം. അപ്പോൾ പിന്നെ മരണത്തെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം മരണം അവന് സന്തോഷമാണ്. ഈശോ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലാസർ മരിച്ച് 4-ാം ദിവസം ബഥാനിയയിലേക്ക് പോകാൻ പോകുന്ന സമയത്ത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ലാസർ നമ്മുടെ സ്നേഹിതൻ ഉറങ്ങുക. സ്ലീഹന്മാർ അറിഞ്ഞിട്ടില്ല അവൻ മരിച്ച കാര്യം. ഈശോ പറയും, അവൻ ഉറങ്ങുക, അവൻ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് പോകാം. ജൈറൂസിൻ്റെ മകൾ ഈശോ ആ ഭവനത്തിലേക്ക് ചെന്നപ്പോഴേക്കും മരിച്ചിരുന്നെങ്കിലും ഈശോ പറഞ്ഞു, ബാലിക ഉറങ്ങുക, എഴുന്നേൽക്കും മോളെ. അവൾ എഴുന്നേറ്റു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ആ ദിവസം അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പം മരണമെന്ന് പറയുന്നത് ഒരു ഉറക്കമാ, കല്ലറകളിലുള്ള അല്പകാലത്തെ വാസമാ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഉയർപ്പുണ്ട്, ഉദ്ധാന ജീവിതമുണ്ട്. ഇത് അറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും മരണത്തെ ഭയപ്പെടില്ല. ഒരു വശത്ത്, മറുവശത്ത് മരണത്തെ ഭയപ്പെടും. കാരണം എൻ്റെ ജീവിതത്തിനനുസരിച്ച് എനിക്ക് ശിക്ഷയുണ്ട്, ശിക്ഷാവിധിയുണ്ട്. ഈ തിരിച്ചറിവ് അവനെ വലിയൊരു വിശുദ്ധിയിലേക്കും വലിയൊരു ദൈവത്തിലേക്കുള്ള ബന്ധത്തിലേക്കും ഒരു ദൈവവചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്കും അവനെ നയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മരണചിന്ത എപ്പോഴും നമുക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനം 90:10 മോശയുടെ പ്രാർത്ഥനയാണ്. 90-ാം സങ്കീർത്തനം. അവിടെ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. ഒരു മരണചിന്ത എപ്പോഴും നമുക്ക് വേണം. മോശ കണ്ടെത്തിയിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. ഇത് പറയാണ്, അക്കാലം അത്രയും കഷ്ടപ്പാടും ദുരിതവുമാണ്. അത് പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഒരു പ്രാർത്ഥന ഈ മോശ പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം 70 ഏറിയാൽ 80, അതിൽ കുറച്ചും കൂടി കൂടിയാലും എന്തുമാകട്ടെ, അത് പെട്ടെന്ന് കടന്നു പോകും. നമ്മൾ പാടാറുണ്ടല്ലോ, അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോർ ഇന്നിവിടെ ഇല്ല, ഇനി വരികില്ല, യാത്രക്കാരാ മുന്നിലതാതിൻ കബറിടമല്ലേ. ഈ ഒരു സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ മോശ അതിൽ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവെ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെണ്ണി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക. അവിടെ അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യമുണ്ട്, അക്കാലം അത്രയും കഷ്ടപ്പാടും ദുരിതവുമാണ്. കഷ്ടപ്പാടും ദുരിതവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 8-9 തിരുവചനത്തിൽ യാക്കോബിനെ ജോസഫ് ഫറവോയുടെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലുക. അവിടെ കൊണ്ടുചെല്ലുന്ന സമയത്ത് ഈ ഫറവോ യാക്കോബിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എഴുന്നേറ്റ് നിന്നു എന്ന് പറയാൻ നരച്ച താടിയും പ്രൗഢിയുള്ള ആ ഒരു ഭാവവുമായിട്ട് യാക്കോബ്, വൃദ്ധനായ യാക്കോബ് ചെല്ലുമ്പോൾ ജോസഫിൻ്റെ അപ്പന ആ ഒരു ബഹുമാനവും കൊണ്ട് ഫറവോ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് എത്ര വയസ്സായി? അങ്ങേക്ക് എത്ര വയസ്സായി? അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, എൻ്റെ
പരദേശവാസം ആരംഭിച്ചിട്ട് ദേശാന്തരവാസം ആരംഭിച്ചിട്ട് 130 വർഷമായി. ആ കാലമൊക്കെയും കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു. യാക്കോബ് പറയാ ദേശാന്തരവാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ ദേശത്തിന് പുറത്തുള്ള വാസം എന്ന് പറഞ്ഞാൽ യാക്കോബിനെ സംബന്ധിച്ച് ഈ ലോക ജീവിതം ദേശത്തിൽ നിന്ന് പുറത്തുള്ള ഒരു ജീവിതമാണ്. പരദേശവാസം, ദേശാന്തരവാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ്. നമ്മുടെ സ്വദേശം സ്വർഗമാണ്, ദൈവരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിലെ ജീവിതം പരദേശവാസം പോലെ കണ്ട് അതും കഷ്ടപ്പാടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം കഷ്ടപ്പാടും സഹനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതമാണ്. ഇത് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാനൊരു പുരോഹിതനാണ്, നീ ഒരു അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ഒരു യുവാവായിരിക്കാം, യുവതിയായിരിക്കാം, ജോലിക്കാരനായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, കുടുംബജീവിതം ജീവിക്കുന്ന ആരുമാകട്ടെ, ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്കെല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഇതില്ലാത്ത ജീവിതമില്ല. പക്ഷേ ഇതല്ല നമ്മുടെ ജീവിതം. നമ്മളൊക്കെ പ്രത്യാശ വച്ചിരിക്കുന്നത് സ്വർഗത്തിലുള്ള ജീവിതത്തിലാണ്. ഇത് പരദേശവാസമാണ്. ഇവിടുത്തെ ജീവിതം ഇങ്ങനെയാണ്. സഹനവും ദുഃഖവും കഷ്ടപ്പാടും ദുരിതങ്ങളും പെട്ടെന്ന് തീർന്നു പോകുന്ന ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ഇന്ന് നമ്മളൊക്കെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഈ ലോക ജീവിതത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. അതിൻ്റെ പേരിൽ ആകുലത, നിരാശ, ഒത്തിരിയേറെ സുഖത്തിൻ്റെ പിന്നാലുള്ള പോക്ക്, മറ്റുള്ളവരെ വേദനിപ്പിക്കൽ, പീഡിപ്പിക്കൽ, ദുരുപയോഗിക്കൽ, എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധികം നമ്മൾ വ്യഗ്രതപ്പെട്ട്, ആകുലപ്പെട്ട്, നിരാശപ്പെട്ട് നടക്കത്തില്ല. ഇനി രോഗം വന്നാലും എൻ്റെ കർത്താവ് അറിയാതൊന്നും വരത്തില്ലല്ലോ, ആ ഒരു ചിന്ത. എൻ്റെ ദേശം ഇവിടെയല്ല, നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇവിടെയാണ് എൻ്റെ ജീവിതം എന്നുള്ള വലിയൊരു ചിന്തയോടുകൂടി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് തകിടം മറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. അതുകൊണ്ട് നമ്മൾ അറിയണം നമ്മുടെ ജീവിതം എന്താണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ, നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നീ ഓർക്കണം, അപ്പോൾ നീ പാപം ചെയ്യില്ല. നീ നിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഓർക്കണമെന്ന്. നമുക്കൊരു അന്ത്യമുണ്ട് ഇല്ലേ? നമുക്ക് എന്താണ് 4 അന്ത്യങ്ങളുണ്ടല്ലോ നമുക്ക്. മരണം, വിധി, സ്വർഗം, നരകം നമ്മുടെ എല്ലാവരുടെയും അന്ത്യമാണ്. ഇത് മാറ്റാൻ ആർക്കും പറ്റില്ല. ഇത് ഒന്ന് മാറ്റാൻ പറ്റും. ഐദർ സ്വർഗം ഓർ നരകം നമുക്ക് മാറ്റാൻ പറ്റും. മരണത്തെ ഒഴിവാക്കാൻ പറ്റില്ല, അന്ത്യവിധിയെ ഒഴിവാക്കാൻ പറ്റില്ല. ഇനി സ്വർഗത്തെ ഒഴിവാക്കണമോ നരകത്തെ ഒഴിവാക്കണമോ നിനക്ക് തീരുമാനിക്കാം, എനിക്കും തീരുമാനിക്കാം. അവിടെ ആർക്കും കൈകടത്താൻ പറ്റത്തില്ല. അത് നിൻ്റെ തീരുമാനമാണ്, എൻ്റെ തീരുമാനമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുക, നന്മയും തിന്മയും ജീവനും മരണവും നിന്റെ മുമ്പിൽ വച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ജീവനുണ്ട്, മരണമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് നിന്റെ മുമ്പിൽ. നിനക്ക് തിരഞ്ഞെടുക്കാം. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ വചനമനുസരിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ മക്കൾ ഈ ലോകത്തിൽ ജീവിച്ച് ജീവൻ സ്വന്തമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് വചനം പറയുക, പ്രിയപ്പെട്ട മോനെ, മോളെ, എൻ്റെ ദൈവ പൈതലെ, നീ നിൻ്റെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നീ നിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഓർക്കണം. നിനക്കൊരു സ്വർഗജീവിതം വേണ്ടേ? ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂടെ മാലാഖമാരോടും വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും യൗസപിതാവിനോടും എല്ലാം ചേർന്ന് ജീവിക്കുന്ന ഒരു സ്വർഗവാസം നിൻ്റെ സ്വദേശത്തെ ഒന്ന് ധ്യാനിച്ചേ. അത് ധ്യാനിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പല ആകുലതകളും ഉത്കണ്ഠകളും പാപത്തോടുള്ള ആസക്തികളും ആർത്തിയും സമ്പത്തിനോടുള്ള ആർത്തിയും സൗകര്യങ്ങളോടുള്ള വലിയ ആർത്തിയുമൊക്കെ മാറിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചന ഭാഗത്തിൽ ഇതറിഞ്ഞ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുക ദൈവത്തോട്. മനോഹരമായൊരു പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ ഹൃദ്യസ്ഥമാക്കി ഇതിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ, ദൈവമേ, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ഒരു പ്രാർത്ഥനയാണ്. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. സമൃദ്ധിയിൽ ഞാൻ അങ്ങയെ മറന്ന് കർത്താവ് ആരെന്ന് ചോദിച്ചേക്കാം. ദാരിദ്ര്യത്തിൽ
ഞാൻ മോഷ്ടിച്ച് അങ്ങയുടെ നാമത്തെ ഞാൻ നിന്ദിച്ചേക്കാം. അതുകൊണ്ട് എൻ്റെ ദൈവമേ, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. വലിയൊരു കാഴ്ചപ്പാടാ, വലിയൊരു പ്രാർത്ഥനയാണിത്. ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ ദാരിദ്ര്യം തരല്ലേ, ദാരിദ്ര്യം തരല്ലേ. വീണ്ടും പ്രാർത്ഥിക്കും, സമൃദ്ധി തരണേ, സമൃദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ഇന്ന് പല നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ചില കൺവെൻഷനുകളുമൊക്കെ സമൃദ്ധി, പ്രോസ്പെരിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതായിട്ട് മാറിപ്പോയ അവസ്ഥയുണ്ട്. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായിപ്പോയി. കാരണം നമുക്ക് ഈ ചിന്തയില്ല. ഈ മോശയുടെ പ്രാർത്ഥനയോ യാക്കോബിൻ്റെ പ്രാർത്ഥനയോ ഈ പൗലോസ്ലീഹായുടെ പ്രാർത്ഥനയോ ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല. എനിക്ക് ഈ ലോകത്തിൽ വാസമില്ല, ദൈവം ആർക്കും ഈ ലോകത്തിൽ നിത്യമായ ജീവിതം അനുവദിച്ചിട്ടില്ല. ഇതറിയാൻ പാടില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിന് വേണ്ടി അതിൻ്റെ സുഖം എന്തെല്ലാം കഷ്ടപ്പാടാണ് കഴിക്കുന്നത്. എന്നാൽ കഷ്ടമേന്ന് പറയട്ടെ, ദൈവം തൻ്റെ മക്കൾക്ക് എന്താണോ ആവശ്യം അത് നൽകിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം അതിൽ ക്രമപ്പെടുത്തണം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനത്തിൽ വെച്ച് ഒരമ്മ വന്ന് പറയുകയായിരുന്നു, അമ്മയുടെ മകൾക്ക് ഒത്തിരിയേറെ പഠിക്കാനുള്ള കഴിവ് ദൈവം നൽകി. അതിനനുസരിച്ച് കുഞ്ഞ് പഠിച്ചു. അതിനുശേഷം ഈ കുഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്ക് പോയി, സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് അമ്മ അതിനോർത്ത് വേദനിക്കുന്ന പോലെയാണ്. കാരണം ഈ മകള് അവിടെ ചെന്നു, വേറെ കൂട്ടുകെട്ടായി, ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ആ ദേശത്തുകാരൻ വക്കീലുമായിട്ട് സ്നേഹത്തിലായി. ഇന്ന് അവൻ്റെ കൂടെ താമസിക്കുക, പള്ളിയില്ല, വിശ്വാസമില്ല, സ്വന്തം മാതാപിതാക്കളെ വിളിക്കുന്ന പോലുമില്ല, അതുപോലെ ജീവിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമുക്ക് ദാനങ്ങൾ ഇഷ്ടം പോലെ തരും. വേണ്ടത് അത് എന്തിനെന്നറിഞ്ഞ് അത് സ്വന്തമാക്കി അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, അതിൻ്റെ വലിയൊരു അഭിഷേകത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഈ സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാട് എവിടെയൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ നഷ്ടപ്പെടുത്തുന്നുവോ ആ നിമിഷം നമ്മൾ ലോകത്തിലേക്ക് തിരിയും, ലൗകികതയിലേക്ക് തിരിയും, ലോകത്തിൻ്റെ മനുഷ്യബന്ധങ്ങളിലേക്ക് തിരിയും, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളിലേക്ക് തിരിയും. ഇവിടെ നമ്മൾ ജീവിതം അടിമപ്പെട്ടു പോകും, തകർന്നു പോകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മകനെ നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിന്റെ അന്ത്യത്തെക്കുറിച്ച് നീ ഓർക്കണം, അപ്പോൾ നീ ഒരിക്കലും പാപം ചെയ്യില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 8-ാം വചനത്തിൽ മനുഷ്യനെക്കുറിച്ച് പറയാം. ഇങ്ങനെ പറയുന്നത്, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ മണ്ണിലേക്ക് അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യൻ. അതാണ് വചനം. അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ ദാതാവ് കടമായിട്ട് നൽകിയ ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് കടന്നു പോകേണ്ടവനുമായ മനുഷ്യൻ. ദൈവം തന്ന ജീവിതം, ദൈവം തന്ന ആത്മാവ്, ദൈവം തന്ന കഴിവ്, ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവം എപ്പോൾ ചോദിക്കുന്നുവോ അപ്പോൾ അത് തിരിച്ചേൽപ്പിച്ച് കടന്നു പോകാൻ മാത്രം കഴിയുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി അറിഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും നമുക്ക് ഈ ഒരു ഭയം, എന്താണ്, മരണഭയം നമുക്കുണ്ടാകട്ടെ. അത് പേടിപ്പെടുത്താൻ വേണ്ടിയല്ല, നിരാശയിലേക്ക് നയിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയല്ല. പിന്നെയോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തോട് ചേർത്ത് വച്ച് സ്വർഗത്തിൻ്റെ ചൈതന്യത്തിൽ, കർത്താവിൻ്റെ കൃപയിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, അഭിഷേകത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു ഭയം നമുക്ക് വേണം. ഇനി എപ്പോഴും എനിക്കൊക്കെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു ചിന്തയാണ് മരണഭയം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ നമ്മുടെ ആബേലച്ചൻ്റെ മൃതസംസ്കാര കർമ്മത്തിൻ്റെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ രാവിലെയോ വൈകുന്നേരം ഇടയ്ക്കൊക്കെ സമയത്ത് വല്ലപ്പോഴുമൊക്കെ കേൾക്കും. അത് പാട്ട് കേൾക്കും, ആ പ്രാർത്ഥനകൾ കേട്ട് ഞാൻ ധ്യാനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ അഭിമുഖീകരിച്ച് കടന്നു പോകേണ്ട ജീവിതമാണല്ലോ ഈ ജീവിതം. അതുകൊണ്ട് തന്നെ അതിനോട് ധ്യാനിക്കുമ്പോൾ ഈ നരകചിന്ത വളരെയേറെ ശക്തമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 48-ാമത്തെ വചനത്തിൽ ഈശോ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 9-ാം അധ്യായം 42 മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുതെന്നും, നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ, കൈ പാപഹേതുവാകുന്നെങ്കിൽ, കാല് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് കളാം, വെട്ടിക്കളാം, മുറിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്. ഇരു കണ്ണുകളോടും ഇരു കൈകളോടും ഇരു കാലുകളോടും കൂടെ നിത്യ നരകാഗ്നിക്ക് ഇരയാകുന്നതിനേക്കാളും ഭേദം കൈയില്ലാതെ, കണ്ണില്ലാതെ, കാലില്ലാതെ
ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഈശോ അവിടെ 48-ാമത്തെ വാക്യത്തിൽ നരകത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുക. എന്താണ്? പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നിത്യ നരകാഗ്നിക്ക് ഇരയാകുന്നതിനേക്കാളും ഭേദം. ഭയങ്കര ഒരു ചിന്തയാ. പുഴു ചാകാത്ത, തീ കെടാത്ത. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ പാതാളത്തിലേക്ക് പതിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വചനം പറയുന്നുണ്ട്. പാതാളത്തിൽ നീ താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പുഴു ചാകാത്ത, തീ കെടാത്ത നിത്യ നരകാഗ്നി, കീടങ്ങൾ കിടക്കയായിട്ട് മാറുന്ന, പുഴുക്കൾ പുതുപ്പായിട്ട് മാറുന്ന പാതാളം, ഇതൊക്കെയാണ് നരകത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഇന്ന് ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ, അനേകം ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അനേകം മക്കളിലൂടെ കടന്നു പോകുമ്പോൾ, സമ്പത്തിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ സുഖഭോഗങ്ങളുടെ പിന്നാലെ, ലൗകിക സുഖത്തിൻ്റെ പിന്നാലെ പോകുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട മക്കളെ കണ്ടുമുട്ടുമ്പോൾ, ചിലപ്പോഴെങ്കിലും അതിനോടുള്ള ആസക്തി എൻ്റെ വ്യക്തി ജീവിതത്തിലും കടന്നു വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, എൻ്റെ ജീവിതം സത്യത്തിൽ എന്തിനുള്ളതാണ്? ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കടത്തി കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രയത്നങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങളുണ്ടാകും, കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ടാകും. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ തിരുവചനങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. പൗലോസ്ലീഹായുടെ ആ ഒരു ആഗ്രഹം നമ്മുടെയും ആഗ്രഹമായിട്ട് മാറട്ടെ. എന്താണ്? എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഈ ലോകത്തിൽ എന്ത് കിട്ടിയാലും, എത്ര കോടികൾ മുടക്കി നീ വീടുകൾ പണിതാലും, എത്ര മുന്തിയ വാഹനങ്ങളിൽ നീ സഞ്ചരിച്ചാലും, എത്ര ബിസിനസ് സാമ്രാജ്യങ്ങൾ നീ കെട്ടിപ്പടുത്താലും, എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഈ ലോകത്തിൽ എത്രമാത്രം ശുശ്രൂഷകളിൽ ഞാൻ ചെയ്താലും എൻ്റെ കാഴ്ചപ്പാട് ഈ ഒരു അടിസ്ഥാനത്തിൽ കേന്ദ്രീകൃതം അല്ലെങ്കിൽ, ഒരു വശത്ത് ഞാൻ പാപത്തിൻ്റെ പിടിയിൽപ്പെടും, സാത്താൻ്റെ പിടിയിൽപ്പെടും, ഞാൻ ആകുലതയിൽ, നിരാശയിൽപ്പെടും, ഞാൻ വേദനയിൽപ്പെടും, ആകപ്പാടെ തകർന്നു പോകും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പൗലോസ്ലീഹ റോമ 8:35 പറയുന്നുണ്ടല്ലോ, ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പൗലോസ്ലീഹ പറയുക, ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും? ക്ലേശമോ, ദുഃഖമോ, ദുരിതമോ, ആപത്തോ, പട്ടിണിയോ, വാളോ? ഇത് കണ്ടെത്തിയവൻ്റെ, ഈ ആഗ്രഹത്തിൽ ജീവിക്കുന്നവൻ്റെ ഒരു ഏറ്റുപറച്ചിലും സമർപ്പണവുമാണത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ഇതൊരു അഭിഷേകം. ഇതൊക്കെ പറയാൻ അച്ഛനും എളുപ്പമാണ്, ഇത് കേൾക്കാനും നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇതിനൊരു അഭിഷേകം, ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കണം. അഭിഷേകം എന്ന് പറയുന്നത് നമുക്കറിയാലോ, സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്ന സഹായമാണ് അഭിഷേകം, കൃപ. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഒരു പുരോഹിതനായി ഞാൻ ജീവിക്കുമ്പോൾ, ഒരപ്പനായി നീ ജീവിക്കുമ്പോൾ, ഒരമ്മയായി ജീവിക്കുമ്പോൾ, ഒരു കന്യാസ്ത്രീയായിട്ട്, ഒരു അച്ഛനായിട്ട് നീ ജീവിക്കുമ്പോൾ, ഏത് ശുശ്രൂഷ നീ ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രത്യേകതയുണ്ട്, അതിലൊരു പ്രത്യേക ചൈതന്യമുണ്ട്, അതിൽ സന്തോഷമുണ്ട്. വേദനയില്ലാഞ്ഞിട്ടല്ല, രോഗമില്ലാഞ്ഞിട്ടല്ല, തകർച്ചയില്ലാഞ്ഞിട്ടല്ല, പ്രലോഭനങ്ങളില്ലാഞ്ഞിട്ടല്ല, ഒറ്റപ്പെടുത്തലില്ലാഞ്ഞിട്ടല്ല, തിരസ്കാരമില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകമല്ല, പിന്നെയോ എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ള നിത്യജീവിതമാണ്. അതാ മോശ പറയുന്നത്, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. പെട്ടെന്ന് കടന്നു പോകും. അതുകൊണ്ട് കർത്താവേ, നിൻ്റെ മകനായിട്ട് ഈ ലോകത്തിൽ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണി സ്വർഗത്തിനു വേണ്ടി കാത്തിരുന്ന് ജീവിക്കാൻ കൃപ നൽകണമേ. യാക്കോബ് പറഞ്ഞു, എൻ്റെ ദേശാന്തരവാസം ആരംഭിച്ചിട്ട് 130 വർഷമായി. അക്കാലം അത്രയും ദുഃഖവും ദുരിതവും വ്യഥയും നിറഞ്ഞതായിരുന്നു. എന്നാൽ അതെല്ലാം കടന്നു പോകും എൻ്റെ സ്വദേശത്തേക്ക്. ഈ വാസം ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ജീവിക്കുമ്പോൾ നല്ല അച്ഛനാവും ഞാൻ, നല്ല മക്കളായിട്ട് ജീവിക്കും നമ്മൾ ഓരോരുത്തരും. അവിടെ വിശുദ്ധി, സ്നേഹം, ക്ഷമ, കാരുണ്യം, നന്മ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പാപം ചെയ്യാത്ത, അഭിഷേകത്തിൽ നിറയപ്പെട്ട സ്വർഗത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ നമുക്കിടയാകും. എത്രയോ ധന്യം ഈ മനുഷ്യ ജീവിതം. ഈ ലോകത്തിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിച്ചാൽ, ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ ചില പാപത്തിൻ്റെ വീഴ്ചകളെ, ബലഹീനതകളെ എല്ലാം സമർപ്പിച്ചിട്ട് ഈ സ്വർഗത്തിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട
ഒരു ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ, തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ജീവൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുന്ന, സ്വർഗത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്ന, സ്വർഗത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന, സ്വർഗത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന വചനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വചനങ്ങൾ ഞങ്ങളിൽ ഓരോരുത്തരിലും മാംസം ധരിക്കട്ടെ. ഈ വചനത്തിന് ശക്തി, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. കർത്താവെ, അതിൽ നിന്ന് മാറി ലോകത്തിൻ്റെ പിന്നാലെ, സമ്പത്തിൻ്റെ പിന്നാലെ, പാപത്തിൻ്റെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിൻ്റെ പിന്നാലെ, ജഡിക സുഖത്തിൻ്റെ പിന്നാലെ, ലഹരികളുടെ പിന്നാലെ പോയിരിക്കുന്ന മക്കൾക്ക് ഈ വചനത്തിന് ശക്തി, അഭിഷേകം, ഒരു മാനസാന്തരം നൽകുവാൻ ഇടയാകട്ടെ. സ്വർഗത്തിൻ്റെ ചിന്തയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, പാപം ചെയ്യാതെ ജീവിക്കാൻ എല്ലാ മക്കൾക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.